ശ്രീ എ ഷുക്കൂർ. ഇവിടെ ഇപ്പോൾ നേരത്തെയും പരീക്ഷിച്ച് വിജയിച്ച ഒരു മാർഗമാണ് CPM ഈ ഗൃഹസന്ദർശനത്തിലൂടെ തേടുന്നത്. നമുക്കറിയാം, ശബരിമല വിഷയ വളരെ അധികം പ്രതിസന്ധി ഉണ്ടാക്കിയ ഒരു ഘട്ടത്തിലും ഇതുപോലെയുള്ള ഗൃഹസന്ദർശനം നടത്തി ആളുകളോട് കാര്യങ്ങൾ വിശദീകരിച്ച് CPM മുന്നോട്ട് പോയിരുന്നു. അതിന്റെ നേട്ടം തെരഞ്ഞെടുപ്പുകൾ അവർക്കുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് വളരെ നേരത്തെ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. അത് ജനങ്ങളെ കണ്ട് അവർക്ക് പറയാനുള്ളത് കേട്ട് അവർക്കുള്ള ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ MV ഗോവിന്ദന്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ കുപ്രചരണങ്ങൾ അത് മാറ്റിക്കൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് അവരാണെല്ലാം എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കോൺഗ്രസ് അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ അത് തിരിച്ചടിയാവുക ആർക്കാണ്? ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും അവരുടെ ഭരണവിരുദ്ധ വികാരങ്ങളെ ജനങ്ങളിൽ നിന്ന് മായ്ക്കാനോ മറയ്ക്കാനോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച് ആവശ്യമായ വിശദീകരണങ്ങൾ കൊടുക്കാനോ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകും. പക്ഷേ കേരളത്തിൽ നമുക്ക് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയൻ്റെ സർക്കാർ 6.5 വർഷക്കാലം പൂർത്തീകരിക്കുന്ന ഈ ഘട്ടത്തിൽ ജനങ്ങളുടെ മുൻപിൽ ഏത് തരത്തിലാണ് ഇവർക്ക് വിശദീകരിക്കാൻ കഴിയുക? ആ വിശദീകരണത്തിന് ജനങ്ങൾക്ക് തൃപ്തി ഉണ്ടാകുമോ? അല്ലെങ്കിൽ ജനങ്ങൾ അതിനോട് ഈ പറയുന്ന മറുപടിക്ക് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിൽ തൃപ്തരായിക്കൊണ്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുവാൻ കഴിയുമോ? നമുക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായി നമുക്ക് ഇവിടെ എടുത്തു പറയാൻ കഴിയുന്നത് തൃക്കാക്കര നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഇങ്ങോട്ട് വന്ന ഓരോ സന്ദർഭങ്ങളും എടുത്തു നോക്കൂ. ആ സന്ദർഭങ്ങളിലെല്ലാം ഗവൺമെന്റുകൾക്കെതിരായിട്ടുള്ള വിധിയെഴുത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അത് പ്രാദേശിക ഭരണകൂടങ്ങളുടെ തെരഞ്ഞെടുപ്പായാലും അന്ന് നടന്ന തൃക്കാക്കരയിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പായാലും അല്ലെങ്കിൽ മറ്റു രൂപത്തിലുണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഒരു 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 ഗവൺമെന്റിനെതിരായുള്ള അതിശക്തമായ പ്രതിഷേധം ജനങ്ങൾ പ്രകടിപ്പിക്കുകയുണ്ടായി. അത് ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഉൾപ്പെടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുന്ന ചില നടപടികളുടെയൊക്കെ പോയതിൻ്റെ ഭാഗമായി ആ രൂപത്തിൽ അത് നിൽക്കുമ്പോൾ തന്നെയാണ് തെരഞ്ഞെടുപ്പുകളുടെ ഫലം വന്നത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോഴാണെങ്കിൽ ഗവൺമെന്റിനെതിരായി അതിശക്തമായ വികാരം ജനമനസ്സുകളിലുണ്ട്. അത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ധൂർത്തും മുഖ്യമന്ത്രിയുടെ ആർഭാടവും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ പേരിലുള്ള ആരോപണങ്ങളും ഒക്കെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ അവസാന കാലഘട്ടത്തിൽ ഏത് രൂപത്തിലാണ് ആ ഒരു 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 ആക്ഷേപം ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പശ്ചാത്തലം മറ്റതെല്ലാം വന്നതെങ്കിൽ അത് ആ ജുഡീഷ്യൽ അന്വേഷണത്തെ തുടർന്നുണ്ടായ നടപടികളെ തുടർന്ന് അന്നത്തെ ഗവൺമെന്റ് ഉണ്ടായിട്ടുള്ള ആ വീഴ്ചകളെയും പ്രശ്നങ്ങളെയും പരിഹരിക്കപ്പെടുന്ന ഒരു സന്ദർഭം സമാഗതമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ താങ്കൾ ഈ പറഞ്ഞ വിഷയങ്ങൾ കൂടുതലും പരിഗണിക്കപ്പെടുക അതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിലാണെങ്കിൽ സർക്കാരിന്റെ ഓരോ പ്രവർത്തനങ്ങൾ ഇഴകീറി പരിശോധിക്കുന്ന ഒരു സമീപനം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. പക്ഷെ നോക്കൂ, ഇതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഒരുക്കമാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ ആ നിലയ്ക്കുള്ള വിഷയങ്ങളായിരിക്കും കൂടുതലായും പരിഗണിക്കുക. രാജ്യത്തെ ആര് നയിക്കണം എന്നതൊരു ചോദ്യമായി വരുമ്പോൾ ദേശീയ സാഹചര്യങ്ങളായിരിക്കുമല്ലോ പ്രഥമ പരിഗണന നൽകുക. അവിടെയാണ് ഈ മതനിരപേക്ഷത എന്ന വിഷയം ഉയർത്തിക്കാട്ടുന്നത്. ഇന്നിപ്പോൾ ജനങ്ങളെ കണ്ടപ്പോൾ ആ വിഷയത്തിലൂന്നി വിശ്വാസത്തിനോ മതത്തിനോ എതിരായ ഒന്നും CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല, സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നുള്ള 100% ഉറപ്പ് കൊടുക്കുന്ന വാക്കുകളാണ് CPM സംസ്ഥാന സെക്രട്ടറി അവിടെ നൽകിയത്. ഏറ്റവും ഒടുവിൽ മുജാഹിദ് സമ്മേളനത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോഴും ഏറ്റവും പ്രധാനം ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടവും മതനിരപേക്ഷതയുമാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള തുടക്കമാണ് CPM നടത്തുന്നത്. അത് ഇപ്പോഴത്തെ ദേശീയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ്. അപ്പോൾ താങ്കൾ ഈ പറഞ്ഞ ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങൾ അത് പരിഗണനയിലേക്ക് വരുമോ കൂടുതലായി? അല്ല, അത് ഞാൻ അത് ഒരു പരിധി വരെ വരും. രണ്ടാമത് നിങ്ങൾ പറഞ്ഞ
ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ CPM-ന്റെ കാപട്യം തിരിച്ചറിയപ്പെടുന്ന സമൂഹമായി കേരളീയ സമൂഹം മാറും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ഏതൊരു വിഷയത്തിലും CPM BJP എടുക്കുന്ന നിലപാടുകൾ കോൺഗ്രസിന്റെ കാര്യത്തിൽ ഒരുപോലെയാണ്. കോൺഗ്രസ് എന്താ പറയുക, കോൺഗ്രസ് മുക്ത ഭാരതം അത് BJP ആഗ്രഹിക്കുന്നതാണ്. കേരളത്തിൽ CPM ആഗ്രഹിക്കുന്നതും അതാണ്. കേരളത്തിൽ കോൺഗ്രസ് മുക്ത കേരളം. അപ്പോൾ ആ രൂപത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസിനെ ഏതെല്ലാം രൂപത്തിൽ ആക്ഷേപിക്കാവോ, ഏതെല്ലാം രൂപത്തിലെ അതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് നിങ്ങൾക്കറിയാമല്ലോ മൃദു ഹിന്ദുത്വം എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കുക. രാഹുൽ ഗാന്ധി മതവിശ്വാസിയാണ്, അല്ലെങ്കിൽ ഈശ്വരവിശ്വാസിയാണ്, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവരെല്ലാവരും ഈശ്വരവിശ്വാസി, ഞങ്ങളൊരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി പോകുന്നു. അതിൽ ഹിന്ദുക്കളായിട്ടുള്ളവർ കുറി തൊട്ട് അമ്പലങ്ങളിൽ പോയാൽ അവിടെ പോയി കാര്യങ്ങൾ ചെയ്താൽ കോൺഗ്രസ്സുകാരെ ആ രൂപത്തിൽ ആക്ഷേപിക്കുക. ഇത്തരം കാര്യങ്ങളിലേക്ക് വന്ന സാഹചര്യങ്ങൾ ഏറെയുണ്ട്. അപ്പോൾ എന്താണ് ലക്ഷ്യം? കോൺഗ്രസിനെ കേരളത്തിൽ ഇല്ലാതാക്കുക. കോൺഗ്രസിനെ കേരളത്തിൽ ഇല്ലാതാക്കിയാൽ അതിന്റെ ഗുണം രണ്ടുപേർക്കുമുണ്ട്. BJPക്കുമുണ്ട്, കേരളത്തിൽ CPM-നുണ്ട്. എന്നാൽ കേരളത്തിലെ CPM ഒഴിച്ച് അഖിലേന്ത്യാ നേതൃത്വത്തിൽ വ്യത്യസ്തമായ നിലപാടുമുണ്ട്. അത് നമ്മൾ നോക്കൂ, പശ്ചിമ ബംഗാളിൽ BJPക്കും CPM-നും ഒരുമിച്ച് സഹകരണ സ്ഥാപനങ്ങളിൽ മത്സരിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. അത് അവിടെ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ അഭൂതപൂർവമായ വിജയം ഈ അടുത്ത കാലത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ കോൺഗ്രസ് മതേതര പാർട്ടിയാണ്, ജനാധിപത്യ പാർട്ടിയാണ്. കോൺഗ്രസ് ആ തരത്തിൽ വർഗീയതയ്ക്കെതിരായുള്ള നിലപാടെടുക്കുന്നു. മതേതര മുദ്രാവാക്യങ്ങളുമായി എല്ലാ കാലത്തും മുന്നോട്ട് പോകുന്ന, ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കാൻ കഴിയുന്ന, ഭരണഘടനയെ സംരക്ഷിക്കുന്ന, ജനാധിപത്യ ബോധം ഊട്ടി വളർത്തുന്ന സംഘടനാപരമായി ആ കോൺഗ്രസ് കേരളത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിനെ ഇല്ലാതാക്കാനുള്ള ഏത് പരിശ്രമവും CPM-ന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. അവിടെയാണ് CPM-ലെ മുഖ്യമന്ത്രിയുടെ പക്ഷം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരുടെ അന്തർധാരകൾ BJP-യുമായിട്ട് പല കാര്യത്തിലുമുള്ളത്. അത് പലപ്പോഴും പ്രകടമായിട്ടുണ്ട്. നമുക്കത് ആ കാര്യത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും ചക്കളത്തിൽ പോരാട്ടമാണ് എന്ന് പറയുന്ന ഘട്ടം തന്നെ വന്നത് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എന്തായാലും കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ള നിലപാടാണ് CPM എടുത്തിട്ടുള്ളത്. അത് BJPക്ക് തുല്യമായ നിലപാടാണ് എന്നുള്ളത് പറയാതെ വയ്യ. ബാക്കി കാര്യങ്ങൾ പിന്നാലെ പറയാം. തീർച്ചയായും.